നമസ്കാരം. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. തലശ്ശേരി ASP KS ഷെഹൻഷാ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മോട്ടിവേറ്ററും പ്രഭാഷകനുമായ വടകര ASI രംഗീഷ് കടവത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തലശ്ശേരി ASP ഷെഹൻഷാ KS IPS നിർവഹിച്ചു. അതുപോലെ തന്നെ അനേകം ഗോൾഡ് മെഡലുകളൊക്കെ കരസ്ഥമാക്കി RPF CISF നിന്നാണ് അതിൽ നിന്ന് ജോലി രാജിവെച്ചിട്ടാണ് IPS പരീക്ഷ IPSൽ അന്ന് ഏറ്റവും ടോപ്പായിരുന്നു. അങ്ങനെയാണ് ഈ ജോലിക്ക് വന്നിരിക്കുക. വളരെ അഭിമാനമുണ്ട് ഈ അവസരത്തിൽ. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ് വടകര ASI രംഗീഷ് കടവത്ത് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ സ്വാഗതം പറഞ്ഞു. രണ്ട് തരത്തിലാണ് പോലീസ് ഈ ഡ്രഗ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പുകയില ഉപയോഗം എന്നിവ കൺട്രോൾ ചെയ്യാറ്. പ്രധാനമായിട്ടും ഒന്ന് അതിന്റെ സപ്ലൈ സൈഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്ന ആൾക്കാരെ, എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരെ, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നവരെ, കൊടുക്കുന്നവരെ, അവരെ കേന്ദ്രീകരിച്ചിട്ടാണ് പോലീസ് നിയമനടപടികൾ എടുക്കാറുള്ളതും അവരെല്ലാം അറസ്റ്റ് ചെയ്യാറും ജയിലിലോട്ട് കഴിക്കാറുള്ളതല്ല. അതിൽ രണ്ടാമത്തെ പ്രധാനമായിട്ടൊരു ഭാഗം ഡിമാൻഡ് സൈഡ്. ഇതിന്റെ ഉപഭോക്താക്കൾ ഇത് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഇത് വേണമെന്ന് പറയുന്നവരായിട്ടുള്ള വേറൊരു സൈഡ്. ആ ഉപഭോക്തൃ സൈഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെൽനസ് ജനറേഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഈ പ്രോഗ്രാംസ്, കമ്പയിൻസ് എല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ IPS ഓഫീസർ അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പടവുകളും അതിനും ഉപകരിച്ച സ്പോർട്സും സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ CG അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡെന്നി ജോൺ, ഹെഡ് മാസ്റ്റർ ജൻസൺ CR, മദർ PTA പ്രസിഡന്റ് ശ്രീഷ രാജീവൻ, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സാജിദ്, ജോർജ് ഡിക്സൺ, ബൈജു മാത്യു, സുധീഷ് കുമാർ VV, സിമി P, പ്രവീൺ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഉസീബ് ഉമറിൽ നന്ദി പറഞ്ഞു. ശേഷി നഷ്ടപ്പെടുകയും പതിയെ നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്ന വലിയൊരു വിപത്ത്. കുറച്ച് നാൾ മുൻപ് നമ്മളെല്ലാവരും കൊറോണയെ അതിജീവിച്ചവരാണ്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ദിനംപ്രതി കാണുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ. ഞാനൊരു അച്ഛനാണ്, ഞാനൊരു സഹോദരനാണ്, ഞാനൊരു പോലീസുകാരനാണ്, എല്ലാ തരത്തിലും ഒരു മനുഷ്യനാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ വേദന നിങ്ങളുടെ മുഖത്തില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാനല്ല വന്നത്. എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലൂടെ എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി മാത്രം നിന്ന് ആ ഉദ്ദേശത്തിലാണ് ഞാൻ ക്ലാസിന്റെ അവസാനങ്ങൾ പറഞ്ഞത്. അപ്പൊ കേരളം, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയാണ്, ഈ ലോകത്തെ പേടിയാണ്, നിങ്ങളെ പേടിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരൊറ്റണത്തിനും പേടിയില്ല. ശരിയാണോ തെറ്റാണോ? എനിക്ക് ദിവസം പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഓരോ സംഗതിയും എന്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള വല്ലാത്ത പേടിയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേണ്ടാത്തത് മാത്രമേ ചെയ്യുന്ന എനിക്കറിയാം. അപ്പൊ സ്പോർട്സ് പേജെങ്കിലും ആ കണ്ടത് വളരെയധികം സന്തോഷം. പത്രം വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. എവിടെ ഇരിക്കാൻ കഴിയില്ല. സമാധാനത്തോടെ ഞാൻ ഉണ്ടാക്കൊണ്ടേ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണ്. ആരോഗ്യത്തിൽ ലോകത്തെ 1ാം സ്ഥാനത്ത് വരുമ്പോൾ നമ്മളെ ആരോഗ്യം ഭയങ്കര മനസ്സിലായില്ലോ. ഇന്ത്യയിൽ ആരോഗ്യം മനസ്സിലായി, ഭയങ്കര ആരോഗ്യമുള്ള കേരളം. പക്ഷെ നിങ്ങൾ ഞാൻ ഒന്നും സംസാരിക്കാത്ത, കാണാത്ത കുറേ സംഗതികളുണ്ട്. അതാണ് ശരിക്കും പഠിക്കേണ്ടത്. എന്താണ് കാണാത്ത സംഗതി? ഇതൊക്കെയാണെങ്കിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളോട് 2 മണിക്കൂർ കുടിവെള്ളം പോലും കുടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകുന്ന രീതിയിൽ ആ ക്ലാസ്സാണ് തന്നത്. അതിന് അദ്ദേഹത്തെ ഈ സ്കൂളിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരും ഞാൻ നന്ദി അറിയിക്കുകയാണ്.